അബൂജഹലിന്റെ വിശ്വാസം എന്താ? അള്ളയാണ് റബ്ബ്, അള്ളയാണ് മുദബ്ബിർ, അള്ളയാണ് ഖാലിഖ് എന്നിങ്ങനെ വിശ്വസിക്കുന്നു. ആര്? അബൂജഹൽ. അതേ അബൂജഹൽ വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നു. മനസ്സിലാക്കണം. അത് മനസ്സിലായി. വിജനപ്രദേശത്തെത്തിയാൽ അബൂജഹൽ ജിന്നുകളോട് സഹായം ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഷിർക്കാണ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ, അത് ഷിർക്കാണ് അബൂജഹൽ ചോദിച്ചത്, അതായത് ഇബാദത്താണ്. അപ്പോൾ അബൂജഹൽ ചോദിച്ച ഇബാദത്ത് ജിന്നിനോടാണെങ്കിൽ ഷിർക്കും, ആ ഇബാദത്ത് മനുഷ്യനോടാണെങ്കിൽ അനുവദനീയവും അല്ലേ അനസ് മൗലവി? എന്ത്? ഈ അബദത്തുൽ ഔസാൻ വിഗ്രഹാരാധകനായ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ അഥവാ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ മുദബ്ബിർ അള്ളയാണ് എന്ന് പറയുന്നു, ഖാലിഖ് അള്ളയാണ് എന്ന് പറയുന്നു, റാസിഖ് അള്ളയാണ് എന്ന് പറയുന്നു, അതേ മുനസ്സിലുൽ ഗൈസ് മഴ പെയ്യിക്കുന്നവൻ അള്ളയാണ് എന്ന് വാദിക്കുന്നു. ഇതൊക്കെ വാദിക്കുന്ന അതേ അബൂജഹൽ വിജനപ്രദേശത്ത് ചെന്നാൽ അവിടെയുണ്ട് എന്ന് കരുതപ്പെടുന്ന ജിന്നുകളോട് സഹായം തേടുന്നു എന്ന് മാത്രമല്ല, ആ ഒരു കാര്യം അതിന് വിട്ടുകൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളയാണ് റാസിഖും ഖാലിഖും മുദബ്ബിറും എന്ന് വിശ്വാസമുള്ള അബൂജഹല് ആ വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നുകളോട് സഹായം തേടുന്നത് അതേ ആ റബ്ബ് ഖാലിഖും റാസിഖുമാണ് എന്ന വിശ്വാസത്തിനെതിരല്ലെന്ന് വിശ്വസിക്കുന്നു. അത് ജിന്നുകൾക്ക് കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നു. ആ നിലക്ക് അവർ പ്രവർത്തിക്കുന്നു. അത് ശിർക്കാണ് എന്ന് ഖുർആൻ പറയുന്നു. അത് ശിർക്കല്ല എന്ന് വിസ്തംവാദികളും പറയുന്നു. അതാണ് അവിടെ ഇബാദത്ത് വകവെച്ച് കൊടുക്കുന്നുണ്ട്, ജിന്നുകൾക്ക് ഇബാദത്ത് വകവെച്ച് കൊടുക്കുന്നുണ്ട്. ആ ജിന്നുകൾക്ക് കൊടുക്കുന്ന ഇബാദത്ത് എന്താണ്? ഇസ്തിആനത്ത്. ഏത് ഇസ്തിആനത്ത്? അതേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ ശിർക്കല്ലാത്ത. അനസ് മൗലവി, താങ്കൾ വലിയൊരു കളവാണ് പറഞ്ഞു വെച്ചത്. എന്താണെന്നറിയോ? വിസ്ഡംകാര് സൂറത്ത് ജിന്നിലെ 6-ാമത്തെ സൂക്തത്തിൽ പറയുന്ന ശരണത്തേട്ടം ഷിർക്കല്ല എന്ന് പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്. എന്നാൽ വിസ്ഡംകാരുടെ ഈ വിഷയത്തിലുള്ള വിശ്വാസം എന്താണ്? സൂറത്ത് ജിന്നിലെ 6-ാമത്തെ സൂക്തത്തിലെ ശരണത്തേട്ടം അത് ജിന്നുകളോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യനോടാണെങ്കിലും അത് ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിസ്ഡംകാർ. എന്നാൽ പുതിയ തൗഹീദുമായി വന്ന അനസ് മൗലവി പറയുന്നത് എന്താണ്? അബൂജഹലും ഖുതുബത്തും ശൈബത്തും അവരെ വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ജിന്നുകളെ വിളിക്കുമായിരുന്നു. ആ വിളി ഇബാദത്താണ്. ആ ഇബാദത്തായ വിളി മനുഷ്യനോടാണെങ്കിൽ അനുവദനീയമാണ് എന്നാണ് അനസ് മൗലവി പറഞ്ഞു വെക്കുന്നത്. അതായത് പുതിയ തൗഹീദ്, അതായത് ജിന്നിനോട് ഇബാദത്തായ ഒരു തേട്ടം അത് മനുഷ്യനോടാണെങ്കിൽ അനുവദനീയമാണ്. ലോകത്ത് പുതിയ തൗഹീദുമായാണ് അനസ് മൗലവി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയാണെന്നറിയോ? ഒരു വിഭാഗം ആളുകളിലേക്ക് ശിർക്ക് ആരോപിക്കുന്നതിന് വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അതിൻ്റെ തിക്തഫലമാണ് അനസ് മൗലവിയുടെ വാക്കുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വിഭാഗത്തെ ശിർക്ക് ആരോപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഖുർആനിലും ഹദീസിലും തിരുമറി നടത്തി പുതിയ വാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.